ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നേന്ത്രപ്പഴവും സേമിയയും വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടമാവും, എത്ര കഴിച്ചാലും മതി വരില്ല. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പഴുത്ത 2 നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്. ഞാനിവിടെ 200 ഗ്രാം ശർക്കരയാണ് ഉരുക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഉരുക്കിയെടുത്തത് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പും പിന്നെ ഒരു കുറച്ച് കൂടെ ഉണ്ട്. ഈ നേന്ത്രപ്പഴം അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ അരച്ചെടുക്കരുത്, കുറച്ച് കട്ടകട്ടയായിട്ട് കിടക്കുന്ന രീതിയിൽ അരച്ചെടുക്കണം. അതിനാണ് ഈ ഒരു ശർക്കര ഉരുക്കിയത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ അരച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് പഴുത്ത് കറുത്തു പോയ പഴമല്ല. ഇപ്പോൾ ഇത് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതുപോലെയാണ് അരഞ്ഞു കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് റവയാണ്. വറുത്ത റവയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കറക്റ്റ് പരുവത്തിലും ടേസ്റ്റിലും കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു സ്പൂൺ അളവിൽ 4 ടേബിൾ സ്പൂണോളം റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്നുകൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒട്ടും കട്ടയാവാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ റവ ഒന്ന് കുതിർന്ന് വരാനായിട്ട് ഒരു 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം 250 ml കപ്പിന്റെ അളവിൽ ഒരു 1.25 കപ്പ് അളവിൽ സേമിയ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഈ നെയ്യിൽ സേമിയ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയി ഈ ഒരു രീതിയിൽ വറുത്ത് കിട്ടുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഇനി ചൂടായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടായെന്ന് പറയുമ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നും പറയുന്നില്ല. ഈ സേമിയ വെന്ത് വരണം. വെന്ത് വരുമ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുഴഞ്ഞു കിട്ടണം. ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്ക് ഈ ഒരു സേമിയ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു റവ നേന്ത്രപ്പഴം മിക്സിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സേമിയയും കൂടെ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. എന്നാലാണ് ഒന്നുകൂടി കുഴമ്പ് രൂപത്തിലായി കിട്ടുന്നത്. ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചിരുന്നതിന് ശേഷം നോക്കുമ്പോഴേക്ക് നല്ല കുറുകി ഒന്നുകൂടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ദാ നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതിന് ഞാൻ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇലയും കൂടെ വെട്ടിവെച്ചിട്ടുണ്ട്. വാഴയില കുറച്ചൊന്ന് നെയ്യ് സ്പ്രെഡാക്കിയതിന് ശേഷം ഈ ഇല വാട്ടിയതിന് ശേഷമാണ് ഞാനിങ്ങനെ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഇല കീറാതെ നല്ല രീതിയിൽ കിട്ടും. ഈ വാഴയിലയുടെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും ഒക്കെ ആകുമ്പോൾ ഇതുപോലെ ആവിയിലൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. വാഴയില കിട്ടാത്തവരും അതുപോലെ തന്നെ വാഴയിലയിൽ ചെയ്തെടുക്കാൻ താല്പര്യമില്ലാത്തവർക്കും നമ്മുടെ സാധാരണ ചോറ് കഴിക്കുന്ന പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കറി ബൗളിലോ അതുമല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കേക്കിൻ്റെ മൗൾഡിലോ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം അതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ച് കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ കാണാനൊരു ഭംഗിക്കും കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു വാഴയിലയിൽ ചെയ്തെടുക്കുന്നത്. ഒരെണ്ണം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെയാണ് ഞാൻ എല്ലാം ചെയ്തിട്ടെടുക്കുന്നത്. എല്ലാ ഇലയും ഇതുപോലെ തീയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോവാതെ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ വേവിച്ചെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇടിയപ്പം തയ്യാറാക്കുന്ന ആ ഒരു അരിപ്പുള്ള പാത്രത്തിലേക്ക് മുഴുവനായിട്ടും ഇത് അടുക്കി വെച്ച് കൊടുത്തിട്ട് ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം വെള്ളം തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിലും തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുത്തിട്ട്
ഒരു 30 മിനിറ്റ് സമയം വരെ ഇത് വേവിക്കാം. അപ്പോഴേക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടും. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടാവും. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതിനുള്ളിൽ നിന്ന് ഞാനിപ്പോൾ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വായിലൊക്കെ വെള്ളം വരുന്ന ആ ഒരു ടേസ്റ്റും മണമൊക്കെയാണ് ഇതിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.